നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ബിസിനസ്സുകാരും ചെയ്യുന്ന വലിയൊരു വിഡിത്താണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്സോഴ്സിംഗ് ഏജൻസിനെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കുറ്റവാളിയെ പോലെ ആയിരിക്കും. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള നിലക്ക്, ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്നുള്ള നിലക്ക് നമ്മളൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. ക്ലയന്റ് നമുക്ക് ക്യാഷ് തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ക്ലയന്റ് ഒരു പക്ഷേ അതിന്റെ ശേഷം നമ്മളെ ഒരു കാര്യത്തിനും സഹായിക്കില്ല. നമുക്ക് എൻഡ് ഓഫ് ദി മന്ത് അവർക്ക് റിസൾട്ട് മാത്രം കാണേണ്ടി വരും. ഈ റിസൾട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടും ക്ലയന്റ് സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. ഇങ്ങനെ അനുഭവിച്ച ആളുകളെ ആയിരിക്കും ഒട്ടുമിക്ക ബിസിനസ് കൺസൾട്ടിങ് ചെയ്യുന്ന ആളുകൾ. സത്യത്തിൽ ഇത് ആർക്കാണ് ദോഷം ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടിട്ട് യൂറോപ്പിലെയോ അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രീസിലേക്കോ വർക്കുകൾ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും. അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ശൈലി വളരെ വ്യത്യസ്തമാണ്. അവിടെയൊക്കെ അവർ ഏജൻസികളെ അവരുടെ ഒരു സ്വന്തം ടീം പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു ഹാബിറ്റാണ്. അവർക്ക് വേണ്ടി വന്ന ട്രെയിനിങ് വരെ കൊടുക്കുന്ന ടീമുകൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ പണിയെടുക്കുന്നത്? നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ടീമിൽ ഒരാളെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രോത്തിന് വേണ്ടി അവരെ മാക്സിമം പ്രാപ്തനാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഏജൻസിയുടെ കേസിലേക്ക് വരുമ്പോൾ ഇത് തീർത്തും വിപരീതമായിട്ടാണ് കാണുന്നത്. നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ വേണ്ടി മാത്രം സമയം കാണുക എന്നുള്ളതിന്റെ അപ്പുറം നമ്മൾ ഈ ചിന്താഗതി മാറ്റിയാൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അവരെയും നമ്മളെ ബിസിനസ്സിനെ അങ്ങളെ പോലെ കണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നതിലേറെ പൊട്ടൻഷ്യൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും.